പാചകവാതക പ്രതിസന്ധിക്കിടെ വിഷുസദ്യ വിതരണം പരിമിതപ്പെടുത്തുകയാണ് കേറ്ററിംഗ് സ്ഥാപനങ്ങൾ. പരിമിതമായ ഓർഡറുകൾ മാത്രമാണ് ഇത്തവണ കേറ്ററിംഗ് സ്ഥാപനങ്ങൾ എടുത്തത്. കൊച്ചിയിൽ സദ്യ വാങ്ങാൻ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഷാബാസ് അഹമ്മദ് സ്ഥലത്തുണ്ട്. ഷാബാസ്, ഇപ്പോൾ സദ്യ വിതരണം പരിമിതപ്പെടുത്തുന്നുണ്ട് കേറ്ററിംഗ് യൂണിറ്റുകൾ, പക്ഷേ ആളുകൾ, ആവശ്യക്കാർ അവിടെ ക്യൂവിൽ നല്ലോണം ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കാനാകുന്നത്? എന്താണ് കേറ്ററിംഗ് ഉടമകൾ പറയുന്നത്? അതോടൊപ്പം തന്നെ ഈ സദ്യ വാങ്ങാൻ എത്തിയവരും. സ്മൃതി, ഇത്തവണ കൊച്ചിയിൽ വിഷുസദ്യ കിട്ടിയവർ ഭാഗ്യം ചെയ്തവർ എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ ഇങ്ങനെ വിഷുസദ്യ വ്യാപകമായി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ചെയ്യാറില്ല. പക്ഷെ അതിനൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി കൂടി ഇത്തവണയുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം പാചകവാതകം ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾക്കും കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും ഒന്നും പാചകവാതകം കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ സദ്യ വിതരണം വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. വളരെ പരിമിതമായ ഓർഡറുകൾ മാത്രമാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾ സദ്യക്കായി എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ കുറവ്, അതായത് കഴിഞ്ഞ തവണ എടുത്തതിന്റെ പകുതി ഓർഡറുകൾ മാത്രമേ എടുക്കാനാകൂ എന്നടക്കം കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് ഉടമകളും ഒക്കെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ വളരെ പരിമിതമായ ഓർഡറുകൾ മാത്രമാണ് എടുക്കുന്നത്. ആ ഓർഡറുകൾ എടുത്തവർക്ക് മാത്രമാണ് ഈ സദ്യയും പായസം അടക്കമുള്ള വിഭവങ്ങൾ ലഭിക്കുന്നത്. നമുക്കിവിടെ കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഈ കാറ്ററിംഗ് സ്ഥാപനത്തിൽ ചേച്ചിമാരിരുന്ന് പേപ്പറിൽ എഴുതി അത്രയും വളരെ കണിശമായാണ് കൊടുക്കുന്നത്. കാരണം പുറത്തുനിന്ന് വന്നാൽ ഒരാൾക്കും കൊടുക്കാനത് ഉണ്ടാകില്ല. അത്ര പരിമിതമായാണ് ഈ ഓർഡറുകൾ എടുത്തിരിക്കുന്നതെന്നാണ്. ഇത് നോക്കി ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണോ കൊടുക്കുന്നത്? അതെ, ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ്. ഇത്തവണ വളരെ കുറച്ച് ഓർഡറുകൾ മാത്രമേ ഞങ്ങൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് എടുത്തിട്ടുള്ളൂ. എന്നാലും ഒരു 10-11:30 മണി വരെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഏകദേശം ഓർഡറുകളൊക്കെ 3/4 ഭാഗം കഴിഞ്ഞു. ഇനി കുറച്ച് ഓർഡറുകളും കൂടി പോകാനുള്ളൂ. വളരെ കുറച്ച് ഓർഡറുകൾ ഇത്തവണ എടുത്തിട്ടുള്ളൂ. പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാനുണ്ടാവില്ല അല്ലേ? പാലട പായസം മാത്രം കുറച്ചധികം ചെയ്തു, ബാക്കിയൊന്നും തന്നെ എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല. അതാണ് വലിയ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ ഈ വളരെ പരിമിതമായ ഓർഡറുകളാണ്, വളരെ കുറച്ച് ഓർഡറുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത്രമാത്രമായി ചെയ്തു വെച്ചിട്ടുള്ളൂ. വാങ്ങാനെത്തിയവരുണ്ട്. ചേട്ടാ, സദ്യ വാങ്ങാൻ എത്തിയാണ്. അതെ. ഇത്തവണ കൊച്ചിയിൽ സദ്യ കിട്ടിയവരെ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത്. കാരണം നടന്ന് ഞാൻ ഇവിടത്തോളം വന്നത് ഇത് കഴിക്കാൻ, അല്ലാണ്ടും വന്ന് കയറാറുണ്ട്. ഇത്ര തിരക്കാവുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. നേരത്തെ ഓർഡർ ചെയ്തിരുന്നു അല്ലേ? നേരത്തെ ഓർഡർ ചെയ്തു. ബുക്ക് ചെയ്തുകൊണ്ട് മാത്രം കിട്ടി. പിന്നെ നല്ലൊരു ഭക്ഷണം കഴിക്കാലോ എന്നുള്ള ഇതുകൊണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങൾ? ആഘോഷങ്ങൾ വീട്ടില് സദ്യ ഒരുക്കുന്നതിന് പകരം ഇവിടെ നക്ഷത്ര കാറ്ററിംഗിന്റെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നും അല്ലെങ്കിലും വന്ന് കഴിക്കാറുണ്ട്. അതാണ്, അങ്ങനെ ആളുകൾ നേരത്തെ ബുക്ക് ചെയ്തവരൊക്കെ വന്ന് സദ്യ വാങ്ങുന്ന തിരക്കിലാണ്. എന്താണ് ഇത്തവണ വിഷുവായിട്ട് സദ്യയിൽ എന്തൊക്കെയാണ് മാറ്റം? ഓണസദ്യയും വിഷുസദ്യയും തമ്മിലുള്ള വ്യത്യാസം? ഓണസദ്യക്ക് 1-2 കറി കൂടുതലുണ്ടാവും. കുറച്ച് മധുരമുള്ള കറികളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു 10 തൊടുകറിയൊക്കെ ആയിട്ട് ചെയ്യും. ഇതിലൊരു 2 തൊടുകറി കുറച്ച് 8 തൊടുകറി എന്നുള്ള രീതിയിൽ. പായസവും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. ബാക്കിയുള്ള പാക്കിങ്ങും എല്ലാം സെയിം തന്നെ ആയിരിക്കും. അല്ലാതെ വിഷുവിന് സ്പെഷ്യലായിട്ട് വല്ല വിഭവങ്ങളും ചെയ്യുന്നുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിഷു കഞ്ഞി പോലെയൊക്കെ സൈഡായിട്ടൊക്കെ കൊടുക്കുമായിരുന്നു. ബോളി ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തു. സ്പെഷ്യലൊക്കെ കട്ട് ചെയ്തു എന്നുള്ളതാണല്ലോ ഇപ്പോൾ കേറ്ററിംഗ് സ്ഥാപനങ്ങൾ പറയുന്നത്. ഇപ്പോൾ സിലിണ്ടറുകൾ ലഭിക്കാനില്ല, അതുകൊണ്ട് തന്നെ പാചകവാതക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ വിഭവങ്ങൾ കുറയ്ക്കുകയാണെന്നാണ് കേറ്ററിംഗ് യൂണിറ്റുകൾ പറയുന്നത്. ഷാബാസ് അഹമ്മദാണ് സ്ഥലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.